മാസം മുന്നേ സുജിതയും സതീഷ് എന്ന കല്ലിമുക്ക് സ്വദേശിയായ സതീഷും കൂടെ ചേർന്ന് എന്നെ ഒരു വീട്ടിൽ വിളിച്ചു വരുത്തി കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ കടയ്ക്കൽ സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. ഈ തുടർന്ന് കേസെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളെ പിടിച്ചിട്ടുണ്ട്. ഇനി മുമ്പ് സുജിത എന്ന് പറഞ്ഞ അവളെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. സതീഷ് എന്ന ആളെയും പിടിച്ചിട്ടുണ്ട്. ഇയാളെ കൊണ്ട് വളരെയധികം ഞാനും എൻ്റെ കുടുംബം ഉപദ്രവങ്ങളും ശാരീരികമായിട്ട് ഉപദ്രവങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതിന് എനിക്ക് ഒരു നിവൃത്തിയില്ല ഇയാളെ കൊണ്ട്. എന്നോണമാണ് ഞാനിവിടെ കടയ്ക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. എന്നെ കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ നോക്കുകയും ആ സ്ത്രീയെ ഉപയോഗിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ നോക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലായിരുന്നു. കൊച്ചിനെ ഒന്നും ചെയ്യല്ലേ. ഓടി വായോ, ഓടി വായോ. വിളിച്ചു കൂട്ടല്ലേ ഇറങ്ങിപ്പോയല്ലേ. കൊല്ലു, ഓടി വായോ, കൊല്ലുന്നേ, കൊച്ചിനെ കൊല്ലുന്നേ, ഓടി വായോ, ഓടി വായോ, കൊച്ചിനെ കൊല്ലുന്നേ, ഓടി വായോ, കൊച്ചിനെ കൊല്ലുന്നു, ഓടി വായോ. നിങ്ങളെ കേട്ടത് ഭർത്താവും പെൺസുഹൃത്തും ചേർന്ന ഭാര്യയെ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ഭർത്താവായ ചിതറ ചല്ലിമുക്ക് സ്വദേശി ജോഷി എന്നറിയപ്പെടുന്ന സതീഷിനെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. 2024 ജനുവരി മാസം 27-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സതീഷിന്റെ പെൺസുഹൃത്തിന്റെ വീട്ടിലേക്ക് സതീഷിന്റെ ഭാര്യയെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് സതീഷും പെൺസുഹൃത്തും ചേർന്ന് പെൺകുട്ടിയെ ആക്രമിക്കുകയും കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സംഭവത്തിൽ വധശ്രമത്തിന് കടയ്ക്കൽ പോലീസ് കേസെടുത്തു. എന്നാൽ നിരവധി മോഷണ കേസുകളിലും അബ്കാരി കേസുകളിലും പ്രതിയായിട്ടുള്ള ഭർത്താവായ സതീഷ് ഒളിവിൽ പോവുകയായിരുന്നു. കേസിലെ 2ാം പ്രതിയായ സുജിതയെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഒളിവിൽ പോയ സതീഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചെങ്കിലും കോടതി തള്ളുകയായിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ സതീഷ് കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. കേരള സിനിമ ന്യൂസ്, കടയ്ക്കൽ.